അത്ഭുതപ്പൂത്തിരി ഔമി മധുരമായി പാടി. ഒരു പാട്ടാണ്, ഔമി പാടുകയാണ് കേട്ടോ. തിരകളിലൂന്നി കുതിച്ചു ചാടി തിരകളെ നോക്കാറുണ്ടോ, നീലവാനം നിറമേഘങ്ങൾ വെയിലൊളി കണ്ടിട്ടുണ്ടോ, കടലലമേലെ തുള്ളിച്ചാടി കരയെ കണ്ടിട്ടുണ്ടോ. ഇതാണല്ലേ പാട്ട്. എന്താ ആദ്യത്തെ ലൈൻ എന്താണ്? തിരകളിലൂന്നി കുതിച്ചു ചാടി തിരകളെ നോക്കാറുണ്ടോ എന്നാണ് അല്ലേ. അതായത് തിരകളിൽ നിന്ന് കുതിച്ചിട്ട് മുകളിലോട്ട് ചാടി തിരകളെ നോക്കാറുണ്ടോ ചോദിക്കുകയാണ്. തിരകൾ മുകളിലല്ലേ ഉണ്ടാവുക. പിന്നെ എന്തൊക്കെയാ ചോദിക്കേണ്ടത്? നീലാകാശവും നിറമേഘങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പിന്നെന്താ? കടലല മേലെ തുള്ളിച്ചാടിയിട്ട് കരയിൽ കണ്ടിട്ടുണ്ടോ ചോദിക്കുകയാണ്. കടലല എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിന്റെ അല, കടലിന്റെ തിരകളുടെ മേലോട്ട് തുള്ളിച്ചാടിയിട്ട് കരയെ നോക്കാറുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാണ് പാട്ട്. ആരാണ് പാടിയത്? പാട്ട് ഔമിയാണ് അല്ലെ. ഔമി ആരാന്ന് നമുക്ക് നോക്കാം കേട്ടോ. പാട്ടു കേട്ട് നാലുപാടു നിന്നും ഒത്തിരി കുഞ്ഞു മത്സ്യങ്ങൾ നീന്തിയെടുത്തു. അവ ഔമിക്ക് ചുറ്റും കൂടി. അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് എന്താണ്? കുറേ ചെറിയ മീനുകളെല്ലാം നീന്തിയിട്ട് ഔമിക്ക് ചുറ്റും കൂടി കേട്ടോ. പാട്ടു തീർന്നപ്പോൾ കുഞ്ഞു മത്സ്യങ്ങൾ കൊഞ്ചി പറഞ്ഞു കേട്ടോ. ഔമി, പുന്നാരി, തിമിംഗലക്കുട്ടി എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ ആരാണ് ഈ ഔമി? തിമിംഗലത്തിന്റെ കുട്ടിയാണ്. അപ്പൊ ഔമി എങ്ങനെയാണ് വിളിക്കണത്? ഞങ്ങൾക്കൊരാശ എന്ന് പറയുന്നു. എന്താണ്? ഞങ്ങൾക്കൊരു ആഗ്രഹം എന്ന് പറയാണ്. എന്താ നിങ്ങളുടെ ആശ? അപ്പൊ ഔമി ചോദിക്കുകയാണ് അവരോട്, എന്താ നിങ്ങളുടെ ആഗ്രഹം പറയട്ടെ എന്ന് ചോദിച്ചു കേട്ടോ. കുഞ്ഞു മത്സ്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്താ ഔമി പറയുന്നത്? പറയാണ് കേട്ടോ. അപ്പൊ എന്താണ് അവരുടെ ആഗ്രഹം നോക്കൂ. പക്ഷികളെ കണ്ടിട്ടില്ലേ ചോദിക്കുകയാണ് ഔമിയോട്. അപ്പൊ ഔമി പറയാണ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷികൾ കാണുന്നത് പോലെ ഞങ്ങൾക്കും ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണണം. പക്ഷികള് ആകാശത്തിൽ ഉയരത്തിലൂടെ പാറി നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളില്ലേ, അതുപോലെ മീനുകൾക്ക് കാണാൻ പറ്റില്ലല്ലോ. കുഞ്ഞു മത്സ്യങ്ങളൊക്കെ വെള്ളത്തിന്റെ അടിയിലല്ലേ, അവർക്കും കാഴ്ചകൾ കാണണം അതുപോലെ എന്ന് പറയാണ് കേട്ടോ. ഔമിക്ക് ചിരി വന്നു. നീ വിചാരിച്ചാൽ നടക്കും, പ്ലീസ്. കുഞ്ഞു മത്സ്യങ്ങൾ പറയാണല്ലേ, പ്ലീസ് ഒന്ന് സാധിച്ചു തരൂ എന്ന് പറയാണ്. ഔമി എന്താണ്? ഒന്ന് ആലോചിച്ചു ഇതിപ്പോ എങ്ങനെ അവരെ സഹായിക്കാമെന്ന് കേട്ടോ. എല്ലാവരും റെഡിയാണോ? ഔമി ചോദിക്കുകയാണ്. എല്ലാവരും റെഡിയാണോ കാഴ്ചകൾ കാണാൻ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കുഞ്ഞു മത്സ്യങ്ങൾ സമ്മതിച്ചു. എന്നോടൊപ്പം മുകൾ പരപ്പിനടുത്തേക്ക് വരൂ. ഞാൻ വെള്ളത്തിൽ അല്പം താഴും. അപ്പോൾ നിങ്ങൾ എൻ്റെ മുതുകിൽ കയറണം. അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ എന്താണ് ഔമി പറയുന്നത്? ഔമിയുടെ കൂടെ കടലിന്റെ മുകൾ ഭാഗത്തോട്ട് വരാൻ പറയുകയാണ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും ഔമി? വെള്ളത്തില് ചെറുതായിട്ടൊന്ന് താഴും. അപ്പോ ഈ കുഞ്ഞു മത്സ്യങ്ങളോടൊക്കെ എന്ത് ചെയ്യാനാ പറയുന്നത്? ഔമിയുടെ മുതുകിൽ കയറി ഇരിക്കാൻ പറയുകയാണ് അല്ലേ. അവർ അങ്ങനെ ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് നോക്കൂട്ടോ. റെഡി, 1 2 3. ഔമി എണ്ണീട്ടോ. അതാ ഔമി മുകളിലേക്ക് വെള്ളം ചീറ്റുന്നു. അപ്പൊ എന്താ ഉണ്ടായത്? ഔമി വെള്ളം ചീറ്റുകയാണ് കേട്ടോ. അപ്പൊ എന്താ ഉണ്ടാവുക? കുഞ്ഞു മത്സ്യങ്ങള് മുതുകിലിരിപ്പുണ്ടല്ലേ. എന്താ ഉണ്ടാവുക നോക്കൂ. വളരെ ശക്തമായി വെള്ളം ഉയർന്നു പൊങ്ങി, ഒപ്പം കുഞ്ഞു മത്സ്യങ്ങളും. ഔമി വെള്ളം ചീറ്റിയപ്പോൾ കുഞ്ഞു മത്സ്യങ്ങളും എന്തുണ്ടായി? വെള്ളം പൊങ്ങൂലോ. അപ്പൊ എന്താ ഉണ്ടാവുക? കുഞ്ഞു മത്സ്യങ്ങളും വെള്ളത്തിന്റെ ഒപ്പം പൊങ്ങിയില്ലേ. പൂത്തിരി കത്തിച്ചിതറുന്നതുപോലെ 4 ഭാഗത്തേക്കും കുഞ്ഞു തുള്ളികളും കുഞ്ഞു മത്സ്യങ്ങളും ചിതറി. നിങ്ങൾ കണ്ടിട്ടില്ലേ പൂത്തിരി കത്തിക്കുമ്പോൾ എങ്ങനെയുണ്ടാവുക അറിയാലോ. അതുപോലെ കുഞ്ഞു തുള്ളികൾ, വെള്ളത്തിന്റെ തുള്ളികളും കുഞ്ഞു മത്സ്യങ്ങളും 4 ഭാഗത്തേക്കും ചിതറി കേട്ടോ. കണ്ടോ, ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇത് രസാ കാണാൻ, നല്ല ഭംഗിയില്ലേ. സൂര്യപ്രകാശത്തിൽ രത്നങ്ങൾ പോലെ അവ മിന്നിത്തിളങ്ങി. സൂര്യപ്രകാശത്തില് ഈ കുഞ്ഞു മത്സ്യങ്ങളെല്ലാം മിന്നിത്തിളങ്ങി അല്ലേ. എങ്ങനെയാ മിന്നിത്തിളങ്ങിയത്? രത്നങ്ങൾ പോലെ മിന്നിത്തിളങ്ങി. സൂര്യപ്രകാശത്തിൽ രത്നങ്ങൾ പോലെ അവ മിന്നിത്തിളങ്ങി. വെള്ളപ്പൂത്തിരി, അത്ഭുതപ്പൂത്തിരി. അത്ഭുതപ്പൂത്തിരി എന്നാണല്ലേ ഈ പാടത്തിന്റെ പേര്. അപ്പൊ എന്തിനെയാണ് ഈ അത്ഭുതപ്പൂത്തിരി എന്ന് പറയുന്നത്? ഔമിയുടെ മുകളിൽ കയറി പൊങ്ങി തിരകളുടെ മുകളിൽ കയറി വന്ന കുഞ്ഞു മത്സ്യങ്ങളെയാണ് അല്ലേ. ആ കുഞ്ഞു മത്സ്യങ്ങള് മിന്നിത്തിളങ്ങുകയാണ്. എന്തിനെ പോലെയാ മിന്നിത്തിളങ്ങുന്നത്? രത്നങ്ങൾ പോലെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത്ഭുതപ്പൂത്തിരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ പാടത്തിന്റെ പേര് അത്ഭുതപ്പൂത്തിരി എന്നിട്ടിരിക്കുന്നത് എന്താന്ന് മനസ്സിലായല്ലോ. ഇനി നോക്കൂ, ഇവിടെ ഒരു പാട്ട് പാടുന്നുണ്ട് കണ്ടോ. നീലവാനം നിറമേഘങ്ങൾ വെയിലൊളി കാണൂ വേഗം, കടലല മേലി തുള്ളി
തുള്ളിച്ചാടി കരയെ കാണൂ വേഗം എന്ന ഔമി പാട്ട് പാടുകയാണ് അല്ലേ. കുഞ്ഞു മത്സ്യങ്ങൾ അത്ഭുത കാഴ്ചകൾ കണ്ടു. എന്തൊക്കെയാണ് ആ അത്ഭുത കാഴ്ചകൾ നോക്കൂ. അതാ താഴെ വെയിലിൽ തിളങ്ങുന്ന തിരകൾ, നോക്കൂ കരയിൽ പട്ടം പറത്തുന്ന കുട്ടികൾ. കുറെ കാഴ്ചകൾ കാണുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാ കാണുന്നത്? വെയിലിൽ തിളങ്ങുകയാണ് തിരകൾ, കരയില് പട്ടം പറത്തുന്ന കുട്ടികളെ. എന്തൊക്കെയായിരിക്കും ഈ കുഞ്ഞു മത്സ്യങ്ങൾ കണ്ടിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ എഴുതണം കേട്ടോ. നമുക്ക് എന്തൊക്കെ എഴുതാം? ആകാശത്ത് ജ്വലിക്കുന്ന സൂര്യൻ, ഇതിൽ കൂടെ ആകാശത്ത് പാറി നടക്കുന്ന മേഘങ്ങൾ, പാറിപ്പറക്കുന്ന പക്ഷികൾ, അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. തിരകളിൽ കളിക്കുന്ന കുട്ടികൾ, തീരത്ത് പാറി നടക്കുന്ന കടൽ കാക്കകൾ, കടലിൽ വല വീശുന്ന മീൻപിടുത്തക്കാർ, അങ്ങനെയൊക്കെ കുറെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നമുക്കിവിടെ എഴുതി ചേർക്കാം കേട്ടോ, നമുക്കറിയാവുന്ന രീതിയിൽ. കടൽക്കരയിലെ കാഴ്ചകൾ. ഇപ്പൊ കടൽക്കരയിൽ കാണുന്ന കാഴ്ചകളാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം ആകാശമാണ്. എങ്ങനെയാ? പല നിറം ചാലിച്ചു ചേർത്തു വാനം, കടലിന്റെ ചിത്രം വരച്ചു വച്ചു, കടൽ പിന്നെ അതു നോക്കി നോക്കി, ഉള്ളിൽ ആകാശ ചിത്രം വരച്ചു വെച്ചു. എന്താണ്? ആകാശം എങ്ങനെയാ? പല നിറത്തിലാണ് അല്ലേ. പല നിറത്തിലാണ് നമുക്ക് ആകാശം കാണുക. ആകാശത്തിന്റെ ചിത്രങ്ങള് കടലിൽ വരച്ചു വെച്ച പോലെ എന്ന് പറയുന്നത് എന്താ? നമുക്ക് ആകാശത്തിന്റെ നിഴല് കടലിൽ കാണാം അല്ലെ. അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്തത് കാറ്റാണ്. കാട്ടുമരങ്ങൾ തൻ പൂത്ത കൊമ്പിൽ ഊഞ്ഞാലിലാടിയ കാട്ടുകാറ്റ്, തീരത്തു വന്നു കടൽ കാറ്റിനൊപ്പം പാറിപ്പറക്കുന്നു വാനിടത്തിൽ. അടുത്തത് കാറ്റ് വീശുന്നതാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. കാട്ടുമരങ്ങളിലെ കൊമ്പില് ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന കാട്ടുകാറ്റ് മെല്ലെ വീശി തീരത്ത് വന്നിട്ട് കടൽ കാറ്റിനോടൊപ്പം എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്? ആകാശത്ത് പാറിപ്പറക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അടുത്ത തിരകളാണ്. തിരകളെ പോലെ ചിരിച്ചു തുള്ളി കുഞ്ഞുങ്ങളോടുന്നു കടലിലേക്ക്, കുഞ്ഞുങ്ങളെ പോൽ ചിരിച്ചു തുള്ളി തിര തുള്ളി എത്തുന്നു കരയിലേക്ക് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതായത് കുഞ്ഞുങ്ങളെ പോലെയാണ് തിരകൾ എന്ന് പറയുകയാണ്. കുഞ്ഞുങ്ങള് കടലിൽ എത്തിക്കഴിഞ്ഞാല് കടലിന്റെ അടുത്തോട്ട് പോവില്ലേ. അപ്പൊ കടലിലെ തിരകൾ എന്താ ചെയ്യുന്നത്? കുഞ്ഞുങ്ങളെ പോലെ ചിരിച്ചു തുള്ളിയിട്ട് കരയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ, തുള്ളിച്ചാടിയിട്ട്. അടുത്തത് കടൽ തീരമാണ്. മാനത്തു പട്ടങ്ങൾ പല നിറത്തിൽ, വീർത്തു പൊങ്ങും ബലൂൺ പല നിറത്തിൽ. ബാക്കി നമ്മൾ എഴുതണം കേട്ടോ. അപ്പൊ കടൽ തീരത്ത് നമുക്ക് കാണുന്ന കാഴ്ചകൾ വെച്ചിട്ട് ഇത് എഴുതിയാൽ മതി. എന്ത് എഴുതാം? തീരത്തു പറക്കുന്ന പക്ഷികൾ പല നിറത്തിൽ എന്ന് എഴുതാം. കളിക്കുന്ന കുട്ടികളിട്ട ഉടുപ്പുകൾ പല നിറത്തിൽ. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതി ചേർക്കാം കേട്ടോ. വായിക്കൂ, ചിത്രം വരയ്ക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കടലിരമ്പം. കടലിരമ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിലെ ശബ്ദം അല്ലേ. കടലിന്റെ തിര വരുന്ന സമയത്തൊക്കെ ഒരു ശബ്ദം കേൾക്കൂലോ, അതിനാണ് പറയുക കടലിരമ്പം എന്ന് കേട്ടോ. കടൽ തീരത്തിരുന്ന് കുട്ടി ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അമ്മയും കൂടെ കൂടി. ചിത്രം മായ്ക്കാൻ തിരമാല എത്തി. എന്താണ്? ഒരു കുട്ടി കടൽ തീരത്തിരുന്ന് ചിത്രം വരയ്ക്കുകയാണ് അല്ലേ. കുട്ടിയുടെ അമ്മയും ചിത്രം വരയ്ക്കാൻ കൂടി. അപ്പൊ എന്താണ്? ചിത്രം മായ്ക്കാനായിട്ട് തിരമാല വരികയാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലേ കടൽ തീരത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും എഴുതിയോ ചിത്രം വരയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തിര വന്ന് അത് മായ്ക്കൂല്ലേ. അതാണ് കേട്ടോ. മായ്ക്കില്ലേ മായ്ക്കില്ലേ കുട്ടി പറഞ്ഞു. അപ്പൊ കുട്ടി പറയണം അയ്യോ മായ്ക്കല്ലേ എന്ന് തിരയോട് പറയാണ്. എന്റെ കൂടെ കളിക്കാൻ വന്നാൽ മായ്ക്കില്ല, തിരമാല പറഞ്ഞു. അപ്പൊ എന്താ, നീ എന്റെ കൂടെ കളിക്കാൻ വരുമോ? എന്നാ ഞാൻ മായ്ക്കില്ല എന്ന് തിരമാല പറഞ്ഞു കേട്ടോ. എന്നാൽ തൊട്ടോടൽ കളി കളിക്കാം, ഞാൻ കാലിൽ തൊടാൻ വരും, അപ്പോൾ നീ ഓടണം. അപ്പൊ തൊട്ടോടൽ കളി കളിക്കാന്ന് പറയാണ്. കാലിൽ തൊടാനായിട്ട് തിരമാല വരുമ്പോ കുട്ടിയോട് ഓടാൻ പറയാണ് കേട്ടോ. കുട്ടി തിരമാലയുടെ കൂടെ കളിക്കാൻ തുടങ്ങി. നല്ല രസമുണ്ട്, അമ്മയും കൂടെ കൂടി. അപ്പൊ കുട്ടിയും തിരമാലയും കൂടിയും കളിക്കുകയാണ്, ഒപ്പം അമ്മയും കൂടി കേട്ടോ. കളിച്ചു കളിച്ച് തിരമാല കുട്ടിയെ കുളിപ്പിച്ചു. എന്താണ്? കളിച്ചു കഴിഞ്ഞപ്പോൾ എന്താ തിരമാല എന്താ ഈ കുട്ടീനെ നനപ്പിച്ചൂലെ, കുളിപ്പിച്ചു. മൊത്തം നനഞ്ഞു കുട്ടി. കുട്ടി തിരമാലയോട് പിണങ്ങി മുഖം വീർപ്പിച്ചു. എന്താ പിണങ്ങിയെന്ന് തിരമാല ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ കുട്ടി എന്താ പറയണ നോക്കൂ. നീ എന്നെ ഉപ്പ് വെള്ളത്തിൽ എന്തിനാ കുളിപ്പിച്ചത്? എന്താണ്? കടൽ വെള്ളം ഉപ്പ് രസമുള്ള വെള്ളല്ലേ, അപ്പൊ എന്തിനാ നീ എന്നെ ഉപ്പുവെള്ളത്തിൽ കുളിപ്പിച്ചതെന്ന് ചോദിച്ചു കേട്ടോ തിരയോട്. തിരമാല പൊട്ടിച്ചിരിച്ചു. കുട്ടിക്ക് തിരമാല ഒരു സമ്മാനം കൊടുത്തു, വലിയൊരു ശംഖ്. അമ്മ ആ ശംഖ് കുട്ടിയുടെ ചെവിയോട് ചേർത്തു പിടിച്ചു. അപ്പോൾ കുട്ടി കടലിരമ്പം കേട്ടു. അപ്പൊ തിരമാല ഒരു ശംഖു കൊടുത്തു അല്ലേ. അപ്പൊ ശംഖ് അമ്മ എന്താണ് കുട്ടിയുടെ ചെവിയുടെ അടുത്ത് ചേർത്ത് പിടിച്ചപ്പോ കുട്ടി കടലിന്റെ ശബ്ദം കേട്ടു, തിരയുടെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ചിത്രം വരച്ചു കൊടുക്കണം. എങ്ങനെ വരയ്ക്കുക? കടൽ വരയ്ക്കണം. കടൽ തീരത്ത് അമ്മയും കുട്ടിയും ഇരിക്കുന്നത് കേട്ടോ. അമ്മയുടെയും കുട്ടിയുടെയും കയ്യിലായിട്ട് ഒരു ശംഖും വരച്ചു കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.